CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. ഒറ്റപ്പാലം അമ്പലപ്പാറ ചുനങ്ങാട് വാണിവിലാസിനിയിൽ പെട്രോൾ ബോംബെറിഞ്ഞ് 2 പേർക്ക് ഗുരുതര പരിക്കേറ്റ സംഭവത്തിൽ യുവാവ് കസ്റ്റഡിയിൽ. തൊഴിലാളികൾക്ക് നേരെ എറിഞ്ഞത് പെട്രോൾ ബോംബ് തന്നെയാണെന്നാണ് പോലീസിന്റെ സ്ഥിരീകരണം. സമകാലിക വിഷയങ്ങളിലെ ചില തെറ്റിദ്ധാരണകൾ നീക്കാൻ പാണക്കാട് സാദിഖ് അലി തങ്ങളുമായി ചർച്ച നടത്തിയതായും വരും ദിവസങ്ങളിലും ചർച്ചകൾ തുടരുമെന്നും സമസ്ത സെക്രട്ടറി ഉമ്മർ ഫൈസി മുക്കം. മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു സമസ്ത നേതാക്കൾ. ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് സഞ്ചരിക്കാൻ വാഹനമില്ലാതെ കഴിഞ്ഞ 8 മാസക്കാലത്തോളം മണ്ണാർക്കാട് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ നേരിട്ട യാത്രാക്ലേശങ്ങൾക്ക് ഒടുവിൽ പരിഹാരമാകുന്നു. സബ് RTO ഓഫീസിന് പുതിയ വാഹനം അനുവദിച്ച് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഉത്തരവിറങ്ങി. ചെർപ്പുളശ്ശേരി പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ മകരം മുഴുവൻ നീളുന്ന രാമായണം തോൽപ്പാവക്കൂത്തുത്സവത്തിന് കൊടിയേറി. നിരവധി പേരാണ് കൊടിയേറ്റത്തിന് സാക്ഷ്യം വഹിക്കാൻ ക്ഷേത്ര സന്നിധിയിലെത്തിയത്. ഫെബ്രുവരി 11-നാണ് പൂരം. കാളവേല ഫെബ്രുവരി 12-നും താലപ്പൊലി 13-നും ആഘോഷിക്കും. ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് സഞ്ചരിക്കാൻ വാഹനമില്ലാതെ കഴിഞ്ഞ 8 മാസക്കാലത്തോളം മണ്ണാർക്കാട് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ നേരിട്ട യാത്രാക്ലേശങ്ങൾക്ക് ഒടുവിൽ പരിഹാരമാകുന്നു. സബ് RTO ഓഫീസിന് പുതിയ വാഹനം അനുവദിച്ച് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഉത്തരവിറങ്ങി. മോട്ടോർ വാഹന വകുപ്പ് പ്ലാൻ ഫണ്ട് വിനിയോഗിച്ച് പുതുതായി വാങ്ങിയ 20 മഹീന്ദ്ര ബൊലേറോ വാഹനങ്ങളിൽ ഒന്നാണ് മണ്ണാർക്കാടിനും അനുവദിച്ചിരിക്കുന്നത്. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഇതു സംബന്ധിച്ച് ഉത്തരവിറങ്ങിയത്. ഓഫീസിന് വാഹനമില്ലാതിരുന്നത് ഉദ്യോഗസ്ഥരെ വലച്ചിരുന്നു. മണ്ണാർക്കാട് നിന്നും അട്ടപ്പാടി വരെ നീളുന്നതാണ് പ്രവർത്തന പരിധി. മണ്ണാർക്കാടിന് പുറമെ കല്ലടിക്കോട്, നാട്ടുകൽ, ഷോളയൂർ, പുതൂർ, അഗളി തുടങ്ങിയ ഭാഗങ്ങളെല്ലാം സബ് RTO ഓഫീസിന്റെ കീഴിലാണ് വരുന്നത്. വാഹനാപകടങ്ങൾ നടന്ന സ്ഥലങ്ങളിലെത്തി റിപ്പോർട്ട് തയ്യാറാക്കൽ, വാഹന പരിശോധന തുടങ്ങിയ ഫീൽഡ് ജോലികൾക്കെല്ലാം യാത്ര ചെയ്യാൻ ഉദ്യോഗസ്ഥർക്ക് ബസ്, ഓട്ടോറിക്ഷ പോലെയുള്ള സമാന്തര സർവീസുകളെ ആശ്രയിക്കേണ്ടി വന്നിരുന്നു. അട്ടപ്പാടി പോലെയുള്ള ദൂരസ്ഥലങ്ങളിലേക്ക് ബസ് തന്നെയായിരുന്നു പ്രധാന ആശ്രയം. ആഴ്ചയിലൊരിക്കൽ ജില്ലാ ഓഫീസിൽ നിന്നും വാഹനം വിട്ടു നൽകിയത് മാത്രമായിരുന്നു ചെറിയ ആശ്വാസം. ഓഫീസിൽ ഉണ്ടായിരുന്ന വാഹനം 15 വർഷ കാലാവധി കഴിഞ്ഞതിനെ തുടർന്നാണ് നിർത്തിയിട്ടത്. കഴിഞ്ഞ വർഷം ഏപ്രിൽ 29-നാണ് ആ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞത്. പിന്നീട് പുതിയ വാഹനം ഉടൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഉന്നത ഉദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് നൽകുകയും ചെയ്തിരുന്നു. നിരന്തര ശ്രമങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ വാഹനം ലഭിച്ചിരിക്കുന്നത്. ഇതു കൈപ്പറ്റാൻ ഓഫീസ് മേലാധികാരി ഉത്തരവാദിത്വപ്പെട്ട ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്താനും വാഹനത്തിന്റെ രേഖകൾ സഹിതം കൈപ്പറ്റിയ ശേഷം വിവരം അറിയിക്കാനും ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഉത്തരവിൽ പറയുന്നു. വാഹനത്തിന്റെയും അറ്റകുറ്റപ്പണിയുടെയും പരിപാലനത്തിന്റെയും ഉത്തരവാദിത്വം ഓഫീസിലെ സീനിയർ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർക്കായിരിക്കും. വാഹനത്തിന്റെ പ്രത്യേക ഹിസ്റ്ററി രജിസ്റ്റർ സൂക്ഷിക്കുക, മൈലേജ് പരിശോധന എല്ലാ വർഷവും മുടങ്ങാതെ നടത്തുക, ലോഗ് ബുക്കിൽ രേഖപ്പെടുത്തുക, വാഹനരേഖകൾ വീൽസ് സോഫ്റ്റ്വെയറിൽ ഉൾപ്പെടുത്തുക തുടങ്ങിയ കാര്യങ്ങൾ കർശനമായി പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. പുതിയ വാഹനം അടുത്ത ദിവസം മണ്ണാർക്കാട്ടേക്ക് എത്തിക്കുമെന്ന് ജോയിന്റ് RTO അറിയിച്ചു. CCN മണ്ണാർക്കാട്. ഒറ്റപ്പാലം അമ്പലപ്പാറ ചുനങ്ങാട് വാണിവിലാസിനിയിൽ പെട്രോൾ ബോംബെറിഞ്ഞ് 2 പേർക്ക് ഗുരുതര പരിക്കേറ്റ സംഭവത്തിൽ യുവാവ് കസ്റ്റഡിയിൽ. തൊഴിലാളികൾക്ക് നേരെ എറിഞ്ഞത് പെട്രോൾ ബോംബ് തന്നെയാണെന്നാണ് പോലീസിന്റെ സ്ഥിരീകരണം. ചുനങ്ങാട് വാണിവിലാസിനി മനങ്കയത്ത് നീരജനെയാണ് ഒറ്റപ്പാലം പോലീസ് കോയമ്പത്തൂരിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത്. സമീപത്തെ വീട്ടിൽ ജോലിക്കെത്തിയ തൊഴിലാളി നിരന്തരം കളിയാക്കുന്നുവെന്ന ധാരണയാണ് ആക്രമണത്തിലേക്ക് എത്തിച്ചതെന്നാണ് ഇയാൾ പോലീസിന് പ്രാഥമികമായി നൽകിയ മൊഴി. സംഭവത്തിനു ശേഷം ഇയാൾ കൊച്ചിയിലേക്കാണ് പോയത്. ഇവിടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിലും ഇവരെ കാണാനാകാതെ വന്നതോടെ കോയമ്പത്തൂർ പോത്തന്നൂരിലേക്ക് തിരിക്കുകയായിരുന്നു. അവിടെ നിന്ന് ഉത്തരേന്ത്യയിലേക്ക് കടക്കാൻ തീവണ്ടി ടിക്കറ്റ് ഉൾപ്പെടെ എടുത്തു നിൽക്കുന്നതിനിടെയാണ് പിടിയിലാകുന്നത്. ഇയാൾക്ക് കോയമ്പത്തൂരിലും കൊച്ചിയിലും സുഹൃത്തുക്കൾ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ പോലീസ് ഇവിടങ്ങളിൽ നിരീക്ഷണം ഏർപ്പെടുത്തിയിരുന്നു. 3 പ്രത്യേക അന്വേഷണ സംഘങ്ങളായി തിരിഞ്ഞ് 30 മണിക്കൂറിനകത്താണ് ഇയാളെ കണ്ടെത്തിയത്. വധശ്രമത്തിനും സ്ഫോടക വസ്തു അപകടകരമായ രീതിയിൽ ഉപയോഗിച്ചതിനുമാണ് കേസെടുത്തതെന്ന് പോലീസ് അറിയിച്ചു. നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ പൂമുഖത്ത് ഉറങ്ങിക്കിടക്കുകയായിരുന്ന തൊഴിലാളികൾക്ക് നേരെയാണ് പെട്രോൾ ബോംബ് എറിഞ്ഞത്. സംഭവത്തിൽ 2 പേർക്ക് ഗുരുതര പരിക്കേറ്റിരുന്നു. ഇതിൽ ഒരാളുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. CCN ഒറ്റപ്പാലം.
തീയർ ഈഴവന്റെ ഉപജാതിയല്ലെന്നും തീയരെ പ്രത്യേക സമുദായമായി പരിഗണിക്കണമെന്നും തീയ മഹാസഭ ജില്ലാ കമ്മിറ്റി മലപ്പുറത്ത് സംഘടിപ്പിച്ച തീയ മഹാസംഗമം ആവശ്യപ്പെട്ടു. സംസ്ഥാന പ്രസിഡന്റ് ഗണേഷ് അരമങ്ങാനം സംഗമം ഉദ്ഘാടനം ചെയ്തു. ഈ സമുദായത്തിന് അസ്തിത്വമുണ്ടാവണമെങ്കിൽ നമ്മൾ ആവശ്യപ്പെടുന്നു തീയരെ പ്രത്യേക സമുദായമായിട്ട് രേഖപ്പെടുത്തണം. എവിടെ? ഗവൺമെന്റ് രേഖകളിൽ. ഈഴവന്റെ ഉപജാതിയല്ല തീയൻ. 50 ലക്ഷത്തിന് 60 ലക്ഷത്തിന് മുകളിൽ വരുന്ന അനൗദ്യോഗികമായ കണക്കിൽ 50, 60, 70 ലക്ഷമുള്ള തീയൻ ഇങ്ങനെയാണ്. അത്രയും പോലും ഇല്ലാത്ത ഈഴവന്റെ ഉപജാതിയായി മാറിയത്. അതുകൊണ്ട് അടിയന്തരമായി സെൻസസ് നടത്തുക. തീയരെ പ്രത്യേക സമുദായമായി ഗവൺമെന്റ് രേഖപ്പെടുത്തണം. സെൻസസിൽ വരുമ്പോൾ, നമ്മുടെ സമുദായത്തിന്റെ വീടുകളിൽ വരുമ്പോൾ ഹിന്ദു എന്ന് കഴിഞ്ഞാൽ ജാതി കോളത്തിൽ തീയ എന്ന് രേഖപ്പെടുത്താനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണമെന്നാണ് തീയ മഹാസഭ ആവശ്യപ്പെടുന്ന ഒന്നാമത്തെ മുദ്രാവാക്യം. മലബാറിലെ ഏറ്റവും പ്രബല സമുദായമായ തീയർ ഈഴവ സമുദായത്തിന്റെ ഉപജാതിയല്ലെന്നും തീയർ പ്രത്യേക സമുദായമാണെന്നും തീയരുടെ അർഹതപ്പെട്ട സംവരണ ആനുകൂല്യം അടക്കം ലഭിക്കുവാനുള്ള സാഹചര്യം നിയമമൂലം സംസ്ഥാന സർക്കാർ ഉണ്ടാക്കണമെന്നും തീയ മഹാസഭ മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച തീയ മഹാസംഗമ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. പാരിഷ് ഹാളിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് അയ്യപ്പൻ പട്ടാളം അധ്യക്ഷത വഹിച്ചു. പ്രമുഖ എഴുത്തുകാരൻ ബാലൻ പൂതേരി മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഔദ്യോഗിക ജീവിതത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച സമുദായത്തിലെ അംഗങ്ങളായ പ്രദീപ് പാമ്പലത്ത്, AK ജയൻ എന്നിവരെയും സമ്മേളനത്തിൽ ആദരിച്ചു. തീയ സമുദായത്തിന്റെ ഉൽപ്പത്തിയും പൈതൃകവും എന്ന വിഷയത്തിൽ പ്രശസ്ത വാഗ്മിയും എഴുത്തുകാരനുമായ ഡോക്ടർ വത്സൻ പിലിക്കോട് മുഖ്യപ്രഭാഷണം നടത്തി. സംഗമത്തിന് മുന്നോടിയായി ടൗണിൽ നടന്ന ഘോഷയാത്ര ത്രിപുരാന്തക ക്ഷേത്ര പരിസരത്ത് നിന്ന് ആരംഭിച്ചു. CCN മലപ്പുറം. ചെറുപ്പുളശ്ശേരി പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ മകരം മുഴുവൻ നീളുന്ന രാമായണ തോൽപ്പാവക്കൂത്ത് ഉത്സവത്തിന് കൊടിയേറി. നിരവധി പേരാണ് കൊടിയേറ്റത്തിന് സാക്ഷ്യം വഹിക്കാൻ ക്ഷേത്രസന്നിധിയിലെത്തിയത്. ഫെബ്രുവരി 11-നാണ് പൂരം. കാളവേല ഫെബ്രുവരി 12-നും താലപ്പൊലി 13-നും ആഘോഷിക്കും. തന്ത്രി അണ്ടലാടിമന ഉണ്ണി നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികനായി. ചെറുപ്പുളശ്ശേരി ജയവിജയന്മാർ നയിച്ച മേളത്തോടെയാണ് കൊടിയേറ്റം നടന്നത്. കൊടിമരച്ചുവട്ടിൽ നിറപറ സമർപ്പണവുമുണ്ടായി. നിരവധി പേരാണ് കൊടിയേറ്റത്തിന് സാക്ഷ്യം വഹിക്കാൻ ക്ഷേത്രസന്നിധിയിലെത്തിയത്. പുലർച്ചെ കൂത്തുപുറപ്പാടിന്റെ ഭാഗമായി കാളവേലപ്പറമ്പിൽ കൂത്തുമുളയിട്ടു. വൈകിട്ട് സംഗീത സമന്വയം പരിപാടിയും കേളിയും ഉണ്ടാകും. രാത്രി 12-നാണ് കതിരേറ്റം. കതിരേറ്റത്തിനു ശേഷം കൂനത്തറ കെ വിശ്വനാഥ പുലവരും സംഘവും രാമായണം തോൽപ്പാവക്കൂത്ത് അവതരിപ്പിക്കും. 21 മുതൽ 31 വരെ വൈകിട്ട് കൈകൊട്ടിക്കളിയും മറ്റ് നൃത്ത പരിപാടികളും ഉണ്ടാകും. ഇരട്ടത്തായമ്പക, നങ്ങ്യാർകൂത്ത്, കഥകളി, ചാക്യാർകൂത്ത്, നാടകം എന്നിവയും പൂരം വരെയുള്ള ദിവസങ്ങളിലായി അരങ്ങേറും. ഫെബ്രുവരി 11-നാണ് പൂരം. കാളവേല ഫെബ്രുവരി 12-നും താലപ്പൊലി 13-നും ആഘോഷിക്കും. CCN ചെറുപ്പുളശ്ശേരി. ചെത്തല്ലൂർ പൂവത്താണി റോഡിലെ ഉൾനാടൻ ഗ്രാമത്തിലേക്ക് പോകുന്ന ഗാന്ധി റോഡ് തകർന്ന് തരിപ്പണമായതിനെ തുടർന്ന്
വാഹനഗതാഗതവും കാൽനടയാത്രയും കൂടുതൽ ദുരിതമായി. ആളുകൾക്ക് കാൽനട പോലും പറ്റാത്ത അവസ്ഥയിലായിട്ടുണ്ട്. റോഡിന്റെ തുടക്കത്തിലുള്ള ഇറക്കമാണ് കല്ലും മെറ്റലും ഇളകി ഇരുചക്ര വാഹനങ്ങൾ അപകട ഭീഷണിക്ക് കാരണമാകുന്നത്. ആളുകൾക്ക് കാൽനട പോലും പറ്റാത്ത അവസ്ഥയിലായിട്ടുണ്ട്. വർഷങ്ങളായി റോഡ് തകർന്നു കിടക്കുകയാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം. 20ഓളം കുടുംബങ്ങൾക്ക് ഉപകാരപ്പെടുന്ന റോഡാണ് ഇങ്ങനെ തകർന്ന് കിടക്കുന്നത്. കൃഷിക്കാർക്ക് പിന്നെ വളവും പല കാര്യങ്ങളും ഇങ്ങോട്ട് പോകേണ്ടതാണ്. അവർ ഒന്നാമത് വലിയ വണ്ടികളൊക്കെ കയറി ഇറങ്ങി പോകുന്നത്. അതുകൊണ്ടാണ് ഈ റോഡ് വളരെ മോശമായിട്ട് കിടക്കുന്നത്. അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്നൊന്ന് നേരെയാക്കി തരാൻ വേണ്ടിയിട്ട് അപേക്ഷിക്കുകയാണ്. സ്കൂൾ ബസ്സുകളും ഓട്ടോറിക്ഷകളും മറ്റു വാഹനങ്ങളും ഇതിലൂടെ കടന്നു പോകുന്നുണ്ട്. എത്രയും പെട്ടെന്ന് റോഡ് നന്നാക്കാനുള്ള നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. 10-20 വീട്ടുകാരുണ്ട്. അവർക്ക് എല്ലാവർക്കും വാഹനങ്ങളും സ്കൂൾ വാഹനം പോകുന്ന റൂട്ടാണ്. അപ്പുറം കൃഷി സ്ഥലം പാടുണ്ട്. അപ്പോൾ ഈ റോഡ് തകർന്ന് തരിപ്പണമായി കിടക്കുന്നിട്ട് കുറേ ഇതായി. പഞ്ചായത്തിൻ്റെ ഒരു ശ്രദ്ധ ഇതിലേക്ക് അത്യാവശ്യമായിട്ട് വന്നിട്ടുണ്ട്. സ്കൂട്ടർ ബൈക്കുകളൊക്കെ അവിടെ വീഴുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. റോഡ് ഇങ്ങനെ കടന്നിട്ട് ഇതൊരു യാത്രയ്ക്ക് നല്ലൊരു ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ ഇതേ സമയം റോഡ് നന്നാക്കാനുള്ള 2.25 ലക്ഷം അനുവദിച്ചിട്ടുണ്ട് എന്ന് സ്ഥലം വാർഡ് മെമ്പർ PM ബിന്ദു അറിയിച്ചു. CCN ചത്തല്ലൂർ. ശ്രീകൃഷ്ണപുരം കോട്ടപ്പുറം തിരുവളയനാട്ടുകാവിൽ തിരുവാതിര ആഘോഷം നടന്നു. ഗായകരായ നെടുമ്പള്ളി രാമോഹനും മീര രാമോഹനും ഉദ്ഘാടനം ചെയ്തു. മിക്ക തിരുവാതിരക്കളി, പണിയ നൃത്തം, നാടൻപാട്ട് എന്നിവയും ഉണ്ടായി. CCN കടമ്പഴിപ്പുറം. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തും ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി പാലിയേറ്റീവ് കുടുംബ സംഗമം സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് EMS ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി ഒറ്റപ്പാലം MLA K പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് വളരെ നല്ല നിലയിൽ മുൻകൈയെടുത്ത് സംഘടിപ്പിക്കുന്ന ഒരു സ്വതന്ത്ര പരിപാടി കൂടിയാണ് ഈ പാലിയേറ്റീവ് സംഗമം എന്ന് നിങ്ങളെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് സാമ്പത്തികമായി നമുക്ക് ഒട്ടേറെ സ്വന്തമായ നിലയിലുള്ള വരുമാനമോ വലിയ ഫണ്ടോ ഒന്നുമുള്ള ഒരു സ്ഥാപനമല്ല. പക്ഷേ കഴിഞ്ഞ 3 വർഷങ്ങളിലായി കേരളോത്സവത്തിൽ പാലക്കാട് ജില്ലയിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ബ്ലോക്ക് പഞ്ചായത്ത് നമ്മുടെ ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്താണ്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജിക, കടമ്പഴിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് ശാസ്തകുമാർ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് M സേതാലി കാരാകുർശി, വൈസ് പ്രസിഡന്റ് അബ്ദുൽ നാസർ എന്നിവർ സംസാരിച്ചു. പ്രശസ്ത പ്രചോദക പ്രഭാഷകൻ ഗണേഷ് കൈലാസ് മുഖ്യാതിഥിയായി. ഈ ലോക ഭിന്നശേഷി ദിനത്തോടനുബന്ധിച്ചുള്ള ഈ വേളയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എന്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, ഭിന്നശേഷി ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള വൈകല്യങ്ങളും ആയിക്കോട്ടെ, അത് ഒരു കുറവല്ല, മറിച്ച് അത് ദൈവം തന്ന വലിയൊരു അവസരമാണ്. എന്തിന്? ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒരു അനുഭവ സമ്പത്ത് ഉണ്ടാവും. ഇവിടെ ഇരിക്കുന്ന ഓരോ ഭിന്നശേഷിക്കാരനും ഓരോ തരത്തില് ദൈവം ഓരോ അവസരങ്ങളും സമ്പത്തും കൊടുത്ത് അനുഭവ സമ്പത്തും കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ദൈവം തന്ന ഈ അനുഭവം നമുക്കൊരു എനർജി ആയിട്ട് മനസ്സിൽ കാത്തു സൂക്ഷിക്കാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതം ഇനിയുണ്ടാവുന്ന പ്രതിസന്ധികളെയും ഈ അനുഭവങ്ങൾ കൊണ്ട് നമുക്ക് നേരിടാൻ സാധിക്കുമെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. ഉണ്ണിഗ്രാമകലയും സംഘവും അവതരിപ്പിച്ച ഗാനമേള പരിപാടിക്ക് മാറ്റേകി. ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള 6 ഗ്രാമപഞ്ചായത്ത് പാലിയേറ്റീവ് നഴ്സുമാരെയും ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഫിസിയോതെറാപ്പിസ്റ്റ് തുടങ്ങിയവരെയും അനുമോദിച്ചു. ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, ആരോഗ്യ പ്രവർത്തകർ, ആശാ വർക്കർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. CCN കടമ്പഴിപ്പുറം. പുള്ളുവ വീണയും പുള്ളൂർക്കുടവും കേരളീയ സമൂഹത്തിന് അന്യമാകുമ്പോഴും
ശ്രീകൃഷ്ണപുരം കാഞ്ഞിരപ്പാറ മുറിച്ചിറ ബാലകൃഷ്ണനും കുടുംബവും പുള്ളുവൻ പാട്ട് രംഗത്ത് ഇപ്പോഴും സജീവമാണ്. പഴയ കാലത്ത് വീടുകളിൽ കയറിയിറങ്ങി നാഗദോഷങ്ങൾ മാറാനായി പുള്ളൂർ കുടം മീട്ടി പാടുമായിരുന്നു. പഴയ കാലത്ത് പുള്ളുവനും പുള്ളോത്തിയും വീടുകളിൽ കയറിയിറങ്ങി നാഗദോഷങ്ങൾ മാറാനായി പുള്ളൂർക്കുടം മീട്ടി പാടുമായിരുന്നു. ഇന്ന് വർഷത്തിലൊരിക്കൽ മാസത്തിലെ ആയില്യത്തിനോ മറ്റോ ഇവരെ ഏതെങ്കിലും ക്ഷേത്രനടയിൽ കണ്ടാലായി. എങ്കിലും ബാലകൃഷ്ണനും കുടുംബവും ഇപ്പോഴും സജീവമാണ്. വർഷമായി ബാലകൃഷ്ണൻ ഈ മേഖലയിലുണ്ട്. ഭാര്യ ഇന്ദിരയും കൂട്ടിനുണ്ട്. അച്ഛൻ അച്യുതന്റെ കയ്യിൽ നിന്നാണ് ബാലകൃഷ്ണൻ ഈ കല പഠിച്ചത്. ഞങ്ങളുടെ പാരമ്പര്യമായിട്ട് ഞങ്ങളുടെ മക്കളൊന്നും ഇപ്പോൾ കൊണ്ടു നടക്കുന്നില്ല. പക്ഷെ നമ്മൾ ഇപ്പോൾ കൂടുതലായിട്ട് നമ്മൾ കളം പരിപാടിക്കൊക്കെ പോകുന്ന ആൾക്കാർ ഇഷ്ടം പോലെ. ഇപ്പോൾ ചെറുപ്പക്കാരൻ ഈ പരിപാടിക്ക് നടക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ഈ വീട്ടുകൊടുക്കാൻ നടക്കാൻ പോകില്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ കളം പരിപാടി വരുന്ന സമയത്ത്, തൊഴിലും പരിപാടി വരുന്ന സമയത്ത് നമ്മൾ ഈ ചെറുപ്പക്കാർ ഇറങ്ങുന്നുണ്ട്. പിന്നെ ഇപ്പോൾ കൂടുതൽ പണ്ടത്തെയും കാട്ടിയും കൂടുതൽ അമ്പലങ്ങളാണ് ഇപ്പോൾ നമുക്ക് നാഗപ്രതിഷ്ഠ കൂടുതൽ. ഇപ്പോൾ ഏതൊരു അമ്പലങ്ങളുണ്ടെങ്കിലും അവിടെ നാഗപ്രതിഷ്ഠ ഉണ്ട്. അപ്പോൾ നാഗങ്ങൾക്ക് കൊടുത്തതിന് ശേഷമാണ് മറ്റൊരു ദൈവങ്ങൾക്കൊക്കെ കൊടുക്കുള്ളൂ. അപ്പോൾ ആദ്യം ചെയ്യുന്ന നാഗങ്ങളാണ്. അപ്പോൾ അതിനു വേണ്ടി ഇഷ്ടം പോലെ ഇപ്പോൾ ചെറുപ്പക്കാർ പരിപാടിക്ക് ഇറങ്ങുന്നുണ്ട്. പക്ഷേ ഈ നാട്ടുകൂടെ നടക്കാനായിട്ട് മാത്രം ആരും അങ്ങനെ ഇറങ്ങില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം മകനാണെങ്കിൽ ഇപ്പോൾ ചെറുതായിട്ട് ഇപ്പോൾ പഠിക്കാനുള്ള വാത്സല്യമുണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഞാനും എൻ്റെ ഭാര്യയും ഈ പരിപാടിക്ക് പോകാറുണ്ട്. പിന്നെ വീട്ടിൽ പാടാനായിട്ടും ഞങ്ങൾ പോകാറുണ്ട്. ദിലീപ് നായകനായ ശൃംഗാരവേലൻ സിനിമയിൽ ബാലകൃഷ്ണനും ഇന്ദിരയും വേഷമിട്ടിട്ടുണ്ട്. അമ്മാവൻ മുറിച്ചിറ രാമനും ഈ രംഗത്ത് പ്രശസ്തനായിരുന്നു. ചെറിയ കുട്ടികൾക്ക് പണ്ടത്തെ കാലത്ത് പറയും ചെറിയ കുട്ടികൾക്കാണ് നാവറുപാടെന്ന് പറയുന്നത്. പക്ഷെ ചെറിയ കുട്ടികൾക്ക് മാത്രമല്ല നാവറുപാട്, നമുക്ക് വലിയവർക്കും നാവറുപാടാം. ദോഷം എന്ന് പറഞ്ഞാൽ സർപ്പദോഷം, രാഹുവിൻ്റെ ദൃഷ്ടി ബാധ, കരിങ്കണ്ണ്, ഇതിനൊക്കെയാണ് നമ്മൾ നാവറുപാട്. അപ്പോൾ ഈ രാഹുദോഷം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ട്, ചെറിയവർക്കും വലിയവർക്കും ഉണ്ട് ഈ സർപ്പദോഷമുണ്ട്. അപ്പോൾ ഈ നാവറുപാടി പേര് നാളും ചൊല്ലി നമ്മൾ ഈ നാവറുപാടി കഴിഞ്ഞാൽ ഈ സർപ്പദോഷങ്ങളും കരിങ്കണ്ണ്, രാക്ക് ഇതെല്ലാം ഒഴിയുമെന്നാണ് ഐതിഹ്യം. അതിനാണ് വേണ്ടിയിട്ട് നമ്മൾ ഈ നാവറുപാട്. നമ്മളിപ്പോൾ അമ്പലങ്ങളിൽ പോയിട്ട് പുഷ്പാഞ്ജലി കൊടുക്കുന്നത് പോലെ ഒരു കാര്യമാണ് നമ്മൾ ഇത് ചെയ്യുന്ന ഈ നാവറുപാട്ടെന്ന് പറഞ്ഞത്. നാവറുപാടുന്നത് ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നാവറുപാടുന്നത്. അത് ചെറിയൊരു കുട്ടികൾക്കും കൂടുതൽ ഭാഗം കുട്ടികൾക്കാണ് നമ്മൾ നാവറുപാട്. പക്ഷെ കുട്ടികൾക്കല്ല, വലിയവർക്കും നമുക്ക് നാവറുപാടാം. വീടുകളിൽ പാടുന്നതിനും പാമ്പിൻ തുള്ളൽ നടത്താനും ഇവർ പോകാറുണ്ട്. മകൻ ബൈജു, മരുമകൾ ജിജിത, പേരക്കുട്ടികളായ ജിഷ്ണു, കൃഷ്ണവ് എന്നിവരും പുള്ളുവൻ പാട്ട് പഠിക്കാനുള്ള ശ്രമത്തിലാണ്. ഞാനും എൻ്റെ മകനും ഇപ്പോൾ പുള്ളുവൻ പാട്ടിനെ കളം പരിപാടിക്ക് ഇറങ്ങുകയാണ്. ഇപ്പോൾ പഠിക്കണമെന്നുണ്ട്. അപ്പോൾ അത് കാരണം ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഇപ്പോൾ അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അതൊന്ന് പഠിച്ചെടുക്കണം വെച്ചിട്ടാണ് ഇപ്പോൾ. കേരളത്തിന്റെ തനതു പാരമ്പര്യത്തിന്റെ ഭാഗവും പ്രാചീനവുമായ നാടൻ പാട്ടു സംസ്കാരത്തിൽ വേറിട്ടു നിൽക്കുന്ന ഒരു സംഗീത ശാഖയാണ് പുള്ളുവൻ പാട്ട്. കേരളത്തിലെ ഹൈന്ദവ ജനതയുടെ അനുഷ്ഠാനങ്ങളുടെ ഭാഗമായ കാവുകളുമായി അഭേദ്യമായ ബന്ധമാണ് പുള്ളുവൻ പാട്ടിനുള്ളത്. പുള്ളുവക്കുടം നിർമ്മിക്കുന്നത് മൺകുടമാണ്. മൺകുടമാണ് ഉത്തമം. ഇപ്പോൾ പല ഇതിലും വരും, പ്ലാസ്റ്റിക്കിൻ്റെ ഫൈബറിലേക്ക് വരുന്നുണ്ട്. പക്ഷെ പുള്ളുവക്കുടം ഉത്തമം ഉള്ളത് മണ്ണാണ്. അത് നിർമ്മിക്കുന്നത് മൺകുടം തോല്, പശുവിൻ്റെ തോലാണ്. പിന്നെ അത് പതിച്ചെടുക്കുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ കയറ്. പിന്നെ അതിൻ്റെ കൊട്ട ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ കയറാണ്. പിന്നെ ഉപയോഗിക്കുന്നത് വാടെന്ന് പറഞ്ഞ സാധനം മരം കൊണ്ട് ഉണ്ടാക്കുന്ന ഇത് ആണ്. ഇതിനെ വാടെന്ന് പറയും. പിന്നെ വീണ പറയുന്നത് ഇത് മരം ആണ്. ഏറ്റവും കൂടുതൽ ഉത്തമം കുമിഴ് എന്ന് പറഞ്ഞ മരത്തിൻ്റെയാണ് വീണയ്ക്ക് ഉത്തമം. നാദും കിട്ടാനും.
പക്ഷേ ഇത് പ്ലാവാണ്. ഇപ്പോൾ അത് കിട്ടാത്ത കാരണം കൊണ്ട് പ്ലാവ് കൊണ്ട് ഉപയോഗിക്കാം. പിന്നെ അത് പുതയണ ഉടുമ്പുന്തോലാണ്, ഉടുമ്പുന്തോലം കൊണ്ടാണ് പറയുക. പിന്നെ ഇത് ചെയ്യുന്നതൊക്കെ ഞങ്ങൾ തന്നെയാണ്. ഇത് മരം വീണി ഉണ്ടാക്കണം, ആശേരി മരമാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ പുതയണതും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഞങ്ങൾ തന്നെയാണ്. കുട്ടികൾക്ക് മറ്റുള്ളവരിൽ നിന്നും ദൃഷ്ടിദോഷം സംഭവിക്കാതിരിക്കാൻ നാവൂറ് പാടിക്കണമെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. CCN കടമ്പഴിപ്പുറം. ഓട്ടോ ടാക്സി ടെമ്പോ യൂണിയൻ ശ്രീകൃഷ്ണപുരം ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സുരേഷ് ബാബു അനുസ്മരണ യോഗം നടന്നു. നെന്മാറ MLA K. ബാബു ഉദ്ഘാടനം ചെയ്തു. അവർ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്ന ഉത്തരവാദിത്തങ്ങളാണെങ്കിലും അവർ ചുമതലപ്പെടുത്തിയിട്ടുള്ള മേഖലയിലെയും നിരന്തരമായ പ്രവർത്തനങ്ങളും പ്രശ്നങ്ങളും ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ്. യഥാർത്ഥത്തിൽ നമുക്ക് മുമ്പേ നമ്മളിൽ നിന്നും വിട്ടുപോകുന്ന ഓരോ സഖാവിനും വേണ്ടി ആ സഖാക്കളെ സ്മരിക്കുമ്പോൾ നമുക്ക് ചെയ്തു തീർക്കാനുള്ള കടമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സഖാവിൻ്റെ കുടുംബവും ഒരിക്കലും അനാഥമാകാൻ പാടില്ല. അതാണ് ഈ പ്രസ്ഥാനത്തിലുള്ള നമ്മുടേതുപോലുള്ള ഒരു സംഘടനയിൽ വിശ്വസിച്ച് ഈ സംഘടനയിൽ അംഗത്വം എടുത്ത് പ്രവർത്തിക്കുന്ന ഓരോ സഖാക്കൾക്കും നമുക്ക് കൊടുക്കാനുള്ളത്. ഒരുപക്ഷേ നമ്മളിൽ നിന്നും അകന്നുപോയിട്ടുള്ള കുടുംബത്തെ സഹായിക്കാൻ താൽക്കാലികമായ ഒരു സാമ്പത്തികപരമായ സഹായം മാത്രമല്ല വേണം. CITU ഡിവിഷൻ പ്രസിഡന്റ് M. മോഹനൻ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ CITU ഡിവിഷൻ സെക്രട്ടറി P. K. ശശിധരൻ, കർഷക സംഘം ഏരിയ സെക്രട്ടറി P. സുബ്രഹ്മണ്യൻ, ലോക്കൽ സെക്രട്ടറി C. കൃഷ്ണൻകുട്ടി, കടമ്പഴിപ്പുറം കോർഡിനേഷൻ സെക്രട്ടറി C. രമേശ് എന്നിവർ സംസാരിച്ചു. ഓട്ടോ ടാക്സി യൂണിയൻ ഡിവിഷൻ സെക്രട്ടറി വേണുഗോപാലൻ സ്വാഗതവും ശിവദാസൻ നന്ദിയും പറഞ്ഞു. CCN കടമ്പഴിപ്പുറം. മണ്ണാർക്കാട് കുമരംപുത്തൂർ ഗ്രാമോത്സവത്തിന് 17-ാം തീയതി തുടക്കമാകും. 3 ദിവസങ്ങളിലായി വിവിധ പരിപാടികളോടെയാണ് കുമരംപുത്തൂർ ഫെസ്റ്റ് നടക്കുന്നത്. പാലക്കാട് ജില്ലാ കളക്ടർ ചിത്ര AS ഗ്രാമോത്സവത്തിന് തുടക്കം കുറിക്കും. മണ്ണാർക്കാട് കുമരംപുത്തൂർ പോത്തോഴിക്കാവ് കടവിലാണ് കുമരംപുത്തൂർ ഗ്രാമോത്സവം നടക്കുന്നത്. 3 ദിവസങ്ങളിലായി വിവിധ പരിപാടികളാണ് ആസ്വാദകർക്ക് ഒരുക്കിയിട്ടുള്ളത്. പരിപാടിയുടെ ലോഗോ പ്രകാശനം പോത്തോഴിക്കടവിൽ വെച്ച് നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജനാമ്പാടത്തിന് KPS പയ്യനിടം ലോഗോ നൽകി പ്രകാശനം നിർവഹിച്ചു. പരിപാടിയിലേക്ക് പ്രവേശനം സൗജന്യമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് രാജനാമ്പാടത്ത് പറഞ്ഞു. 3 ദിവസങ്ങളായി കുമരംപുത്തൂരിലെയും അതുപോലെ തന്നെ നമ്മുടെ പരിസര പ്രദേശങ്ങളിലെയും മുഴുവൻ പൊതുജനങ്ങൾക്കും 3 ദിവസം ആസ്വദിക്കുന്നതിന് വേണ്ടി നമ്മുടെ കുമരംപുത്തൂർ കുന്തിപ്പുഴയിൽ വെച്ച് ഈ കടവ് വരാൻ പോകുന്ന 3 ദിവസം വളരെയധികം ഗംഭീരമായുള്ള സാംസ്കാരിക ചടങ്ങും അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രദേശത്ത് വലിയൊരു കലാപരിപാടിക്ക് തുടക്കം കുറിക്കുകയാണ്. കുമരംപുത്തൂരിന്റെ ചരിത്രത്തിൽ ഇതാദ്യമായാണ് ഇത്തരമൊരു കുമരംപുത്തൂർ ഫെസ്റ്റ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. തികച്ചും മതേതരമായും രാഷ്ട്രീയാതീതമായും നടക്കുന്ന ജനകീയ ഉത്സവമാണ് സംഘടിപ്പിക്കുന്നതെന്ന് സാഹിത്യകാരൻ KPS പയ്യനിടവും പറഞ്ഞു. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജനകീയ കൂട്ടായ്മയെ തിരിച്ചുപിടിക്കുക എന്നതാണ് ഈ ഉത്സവത്തിന്റെ ലക്ഷ്യം. വെറുതെ നമ്മൾ കുറച്ച് ആളുകൾ കൂടി കുറെ കച്ചവടം നടത്തി കലാപരിപാടി നടത്തി ചെയ്യുക എന്ന പതിവ് രീതിയല്ല. ഒരു ഉത്സവം പക്ഷെ അടിസ്ഥാനപരമായിട്ട് മനുഷ്യർ തമ്മിലുള്ള സാഹോദര്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വളരെ അപകടകരമായ കാലത്ത് മനുഷ്യരെ എല്ലാ ഭിന്നതകൾക്കും അപ്പുറത്ത് അല്പസമയം സന്തോഷത്തോടെ അവിടെ ഉല്ലസിക്കുക, അങ്ങനെ മഹത്തായ ഒരു ലക്ഷ്യം ഈ ഉത്സവത്തിന് പറയുന്നുണ്ട്. വൈവിധ്യമാർന്ന കലാപ്രകടനങ്ങളും സാംസ്കാരിക സമ്മേളനങ്ങളും വിനോദ കേന്ദ്രങ്ങളും വിവിധങ്ങളായ വിപണന സ്ഥാപനങ്ങളും ഒരുക്കുമെന്നും പഞ്ചായത്തിൽ സമാനതകളില്ലാത്ത പുത്തൻ അനുഭവമായിരിക്കും ഇതെന്നും പ്രസിഡന്റ് രാജനാമ്പാടത്തും പറഞ്ഞു. CCN മണ്ണാർക്കാട്. മണ്ണാർക്കാട് കാരാക്കുറിശ്ശിയിൽ മധ്യവയസ്കൻ തീക്കൊളുത്തി മരിച്ചു. ഇളുമ്പുലാശ്ശേരി വാക്കടപ്പുറം ഉഴുന്നുംപാടം കുഞ്ഞാപ്പ എന്നയാളാണ് തീക്കൊളുത്തി മരിച്ചത്.
വീട്ടിൽ നിന്നും 1/2 കിലോമീറ്റർ ദൂരമുള്ള തന്റെ ഉടമസ്ഥതയിലുള്ള പറമ്പിൽ വെച്ച് പെട്രോൾ ദേഹത്തൊഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. ഇയാളെ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. തുടർന്ന് പോലീസ് സർജന്റെ പോസ്റ്റ്മോർട്ടത്തിനായി പാലക്കാട് ജില്ലാ ഹോസ്പിറ്റലിലേക്ക് മാറ്റി. CCN മണ്ണാർക്കാട്. സമകാലിക വിഷയങ്ങളിലെ ചില തെറ്റിദ്ധാരണകൾ നീക്കാൻ പാണക്കാട് സാദിഖലി തങ്ങളുമായി ചർച്ച നടത്തിയതായും വരും ദിവസങ്ങളിലും ചർച്ചകൾ തുടരുമെന്നും സമസ്ത സെക്രട്ടറി ഉമ്മർ ഫൈസി മുക്കം മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു സമസ്ത നേതാക്കൾ. സമസ്തയും മുസ്ലിം ലീഗുമായി പ്രശ്നങ്ങളില്ല. എന്നാൽ രാഷ്ട്രീയ പാർട്ടികൾ ഇസ്ലാമിക വിഷയങ്ങളിൽ തെറ്റായ പരാമർശങ്ങൾ നടത്തുമ്പോൾ മതപരമായ കാഴ്ചപ്പാടുകൾ മുഖം നോക്കാതെ പറയാറുണ്ട്. കരുവാരക്കുണ്ട് ദാറുന്നജാത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കോടതിയുടെ പരിഗണനയിലായതിനാൽ ഇപ്പോൾ പ്രതികരിക്കുന്നില്ലെന്നും CIC ഉൾപ്പെടെയുള്ള വിഷയങ്ങളും വരും ചർച്ചകളിൽ വിഷയമാവുമെന്നും ചോദ്യങ്ങൾക്ക് മറുപടിയായി നേതാക്കൾ പറഞ്ഞു. ഞാൻ വർഗീയ ചുവയുള്ള ഒരു പരാമർശം നടത്തിയതായി ഈ ആരോപിക്കുന്ന ആളുകൾക്ക് തെളിയിക്കാൻ കഴിയില്ല. ഞാൻ ഇതിനൊന്നും തെളിയില്ല. മറിച്ച് ഇവിടെ LDF ഉടലെടുത്തപ്പോൾ, തീവ്രവാദ ചിന്തയുമായി ഉടലെടുത്തപ്പോൾ അതിനെതിരെ ക്യാമ്പയിൻ നടത്തിയത് ഞാൻ ജനറൽ സെക്രട്ടറി STO സംസ്ഥാന കമ്മിറ്റി ജിഹാദ് തെറ്റും ചെയ്യുന്ന ക്യാമ്പയിൻ. മാത്രമല്ല തീവ്രവാദത്തിനെതിരെ ആദ്യമായ പുസ്തകം LDF എന്തുകൊണ്ട് എടുക്കപ്പെടുന്ന ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ച് ഞാൻ എഴുതിയിട്ടായിരുന്നു. അങ്ങനത്തെ എന്നെ കുറിച്ച് ഒരു പരാമർശം പോലും ചൂണ്ടിക്കാണിക്കാനാകാത്ത എന്നെ കുറിച്ച് ഞാൻ വർഗീയത വളർത്തുന്ന ആളാണ്, ക്രൈസ്തവ സമൂഹത്തെ കൂടിപ്പിടിച്ച് പിടിച്ചു കൊണ്ടുപോകുന്നതിന് തീർത്തും എതിരാണെന്നുള്ള പ്രചരണം അത്യന്തം ഖേദകരമാണ്, തെറ്റിദ്ധാരണകരമാണ്. മുഷാവറാംഗം വാക്കോട് മൊയ്തീൻകുട്ടി ഫൈസി, അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ്, മുസ്തഫ മുണ്ടുപാറ, സത്താർ പന്തല്ലൂർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CCN മലപ്പുറം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഒറ്റപ്പാലം അമ്പലപ്പാറ ചുനങ്ങാട് വാണിവിലാസിനിയിൽ പെട്രോൾ ബോംബെറിഞ്ഞ് 2 പേർക്ക് ഗുരുതര പരിക്കേറ്റ സംഭവത്തിൽ യുവാവ് കസ്റ്റഡിയിൽ. തൊഴിലാളികൾക്ക് നേരെ എറിഞ്ഞത് പെട്രോൾ ബോംബ് തന്നെയാണെന്നാണ് പോലീസിന്റെ സ്ഥിരീകരണം. സമകാലിക വിഷയങ്ങളിലെ ചില തെറ്റിദ്ധാരണകൾ നീക്കാൻ പാണക്കാട് സാദിഖലി തങ്ങളുമായി ചർച്ച നടത്തിയതായും വരും ദിവസങ്ങളിലും ചർച്ചകൾ തുടരുമെന്നും സമസ്ത സെക്രട്ടറി ഉമ്മർ ഫൈസി മുക്കം മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു സമസ്ത നേതാക്കൾ. ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് സഞ്ചരിക്കാൻ വാഹനമില്ലാതെ കഴിഞ്ഞ 8 മാസക്കാലത്തോളം മണ്ണാർക്കാട് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ നേരിട്ട യാത്രാക്ലേശങ്ങൾക്ക് ഒടുവിൽ പരിഹാരമാകുന്നു. സബ് RTO ഓഫീസിന് പുതിയ വാഹനം അനുവദിച്ച് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഉത്തരവിറങ്ങി. ചെർപ്പുളശ്ശേരി പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ മകരം മുഴുവൻ നീളുന്ന രാമായണം തോൽപ്പാവക്കൂത്തുത്സവത്തിന് കൊടിയേറി. നിരവധി പേരാണ് കൊടിയേറ്റത്തിന് സാക്ഷ്യം വഹിക്കാൻ ക്ഷേത്ര സന്നിധിയിലെത്തിയത്. ഫെബ്രുവരി 11-നാണ് പൂരം. കാളവേല ഫെബ്രുവരി 12-നും താലപ്പൊലി 13-നും ആഘോഷിക്കും. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്.